ഹലോ ഓൾ വെൽക്കം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്ലെക്സിൻ്റെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റാണ്. അതായത് ഈ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് റെസ്പോൺസീവായിട്ടുള്ള വെബ്സൈറ്റുകൾ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം ഫ്ലെക്സ്, ഗ്രിഡ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയൊക്കെ ഗ്രിഡിനും പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഫ്ലെക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്താണ്, കോംപ്ലക്സ് ആയിട്ടുള്ള ലേഔട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതും റെസ്പോൺസീവായിട്ട്. അപ്പോൾ അതിനുള്ളൊരു എളുപ്പമാർഗ്ഗമാണ് ഈ ഒരു ഫ്ലെക്സ് എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ സ്ക്രീനിലേക്ക് വരികയാണ്. ഇവിടെ ഞാൻ ഒരു index.html ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനെ ഞാൻ ലൈവ് സെർവറിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ index.htmlന് ഇവിടെ ഞാൻ ടെംപ്ലേറ്റ് കോഡ് കൊടുക്കുകയാണ്. നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ എല്ലാ ക്ലാസ്സിലും ചെയ്യുന്ന പോലെ തന്നെ ഇത് വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു div ഓപ്പൺ ചെയ്യുകയാണ്. ഇതിനുള്ളിൽ ജസ്റ്റ് ഒരു p ടാഗ് എഴുതി കൊടുക്കുകയാണ്. p ടാഗിനകത്ത് ജസ്റ്റ് ഒരു ലോറോയിപ്സ് ഇട്ട് കൊടുക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ കാണിക്കുന്നുണ്ട്. അതിനർത്ഥം ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്, നമ്മുടെ ലൈവ് സെർവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു p ടാഗ് അല്ല, ഒരു 3 p ടാഗ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ p ടാഗിൽ ഇത്രയും കോണ്ടൻറ്റ് നമുക്ക് വേണ്ട. ഞാൻ രണ്ടാമത്തെ p ടാഗ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഞാൻ ലോറൈപ്സൺ തന്നെ കൊടുക്കുകയാണ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ വലിയ കോണ്ടൻറ്റ് അവിടെ വേണം. ഓക്കെ, ഞാൻ ഇത്രയും ഇവിടുന്ന് ക്ലിയർ ചെയ്യുകയാണ്. ഇത് ഇത്രയും മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഒരു p ടാഗ് കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനകത്തിലും ലോറൈപ്സൺ കൊടുക്കാം. അതിനെക്കാട്ടിലും ഇച്ചിരൂടെ കോണ്ടൻറ്റ്. ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ 3 p ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ബൈ ഡീഫോൾട്ടായിട്ട് div ടാഗ് അല്ലെങ്കിൽ p ടാഗ് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്പ്ലേ ബ്ലോക്ക് ആണ്. അതുകൊണ്ടാണ് ബ്ലോക്ക് ലെവലിലാണ് ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തന്നിരിക്കുന്നത്. വൺസ് നമ്മൾ ഇതിന് ഫ്ലെക്സ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഞാനിവിടെ ഇൻറ്റേർണൽ CSS ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റൈൽ ഓപ്പൺ ചെയ്യുന്നു, സ്റ്റൈല് ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്തിട്ട് ഇതിനുള്ളിലേക്ക് ഞാൻ എന്താണ്, അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് ക്ലാസ്സിൻ്റെ നെയിം കൊടുക്കണം. ഞാൻ ഈ ഒരു ഔട്ടർ ഡിവിന് ഞാൻ കണ്ടെയ്നർ എന്ന് കൊടുക്കും. കണ്ടെയ്നർ p ടാഗിന് ക്ലാസ് കൊടുക്കുകയാണ്. ഞാൻ 1 എന്നാണ് പേര് കൊടുക്കുന്നത്. എല്ലാ ഡിവിനും എല്ലാ p ടാഗിനും ഞാൻ ഒരേ ക്ലാസ് നെയിം തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്തുകൊണ്ട് എലമെൻറ്റ് സെലക്ടർ യൂസ് ചെയ്ത് കൂടാ, അതായത് p ടാഗിനെ ഡയറക്റ്റ് വിളിച്ച് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ക്ലാസ് കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ p ടാഗിനെ ഡയറക്റ്റ് വിളിച്ച് നിങ്ങൾ സ്റ്റൈൽ ചെയ്താലും മതി, അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഞാൻ ഈ കണ്ടെയ്നറിനെ കോൾ ചെയ്യുകയാണ്. കണ്ടെയ്നർ ക്ലാസ്സിനെ ഞാൻ കോൾ ചെയ്യുന്നു. കോൾ ചെയ്തിട്ട് അതിനുള്ളിലേക്ക് ഡിസ്പ്ലേ പ്രോപ്പർട്ടി കൊടുക്കുന്നു. ഡിസ്പ്ലേ ഞാൻ ഫ്ലെക്സ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തപ്പം നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇവിടെ എന്താണ്, അത് എല്ലാം ഒരൊറ്റ ലൈനിലേക്ക് കൊണ്ടുവന്നു. അപ്പം നമുക്കിത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനൊരു ഗ്യാപ്പ് കൂടെ കൊടുക്കുകയാണ്. ഗ്യാപ്പ് ഒരു 10 പിക്സൽ കൊടുക്കുകയാണ്. 10 പിക്സൽ ഗ്യാപ്പ് കൊടുക്കുന്ന സമയത്ത് ആ 10 പിക്സൽ ഗ്യാപ്പ് അവിടെ അപ്ലൈ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊന്നുകൂടെ ഇനി പറയുന്ന കോൺസെപ്റ്റുകളൊക്കെ ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബോർഡറൂടെ കൊടുക്കാം. അതായത് ഈച്ച് ഫ്ലെക്സ് ഐറ്റത്തിന്, അതായത് ഈ ലോറം എന്ന് പറയുന്ന ഈ p ടാഗിനൊക്കെ തന്നെയും ഞാനൊരു ബോർഡറൂടെ സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ p നെ ഡയറക്റ്റ് വിളിച്ചിട്ട് ബോർഡർ സെറ്റ് ചെയ്യുന്നു. ബോർഡർ പ്രോപ്പർട്ടി കൊടുത്തിട്ട് ഞാനൊരു 5 പിക്സൽ ബോർഡറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോളിഡ് ആണ്. കളർ എന്ന് പറയുന്നത് ബ്ലൂ നമുക്ക് കൊടുക്കാം, പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്ലൂ ഓരോ ഐറ്റത്തിനെ നിങ്ങൾക്ക് ഇവിടെ എടുത്ത് കാണാൻ പറ്റും. അതായത് ഓരോ ഫ്ലെക്സ് ഐറ്റത്തിനെയും ഇത് ഫസ്റ്റ് ഫ്ലെക്സ് ഐറ്റമാണ്, സെക്കൻഡ് ഫ്ലെക്സ് ഐറ്റമാണ്, തേർഡ് ഫ്ലെക്സ് ഐറ്റമാണ്, അങ്ങനെ 3 ഫ്ലെക്സ് ഐറ്റം ഉണ്ട്. ആ ഫ്ലെക്സ് ഐറ്റത്തിനെ നിങ്ങൾക്ക് എസ്പെഷ്യലി എടുത്ത് കാണാൻ പറ്റും. അതിനായിട്ടാണ് ഞാൻ ഈ ഒരു ബോർഡർ അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറയാൻ വരുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫ്ലെക്സ് സൈസിങ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. ഫ്ലെക്സ് സൈസിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ റെസ്പോൺസീവ് ആയിട്ടുള്ള വെബ്സൈറ്റുകളാണ് ബിൽഡ് ചെയ്യുന്നത് ഫ്ലെക്സ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പം സ്ക്രീന് ഷ്രിങ്ക് ചെയ്യുകയും അതുപോലെ ഗ്രോ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ചില പ്രോപ്പർട്ടീസൊക്കെ അവിടെ, ചില ഡീഫോൾട്ടായിട്ടുള്ള കുറേ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ അവിടെ വരും. അതായത് വളരെ വിയേർഡായിട്ട് ചിലപ്പോൾ ഫ്ലെക്സ് ബോക്സ് അവിടെ ബിഹേവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതെന്തുകൊണ്ടാണ് അത് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങൾ ഫ്ലെക്സ് പഠിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് നോക്കാം അതെന്താ സംഭവം, ഞാൻ ഉദ്ദേശിച്ച സംഭവം എന്താണ്. അപ്പം അതെന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് എനിക്കിവിടെ മിനിമം വിഡ്ത്ത് മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ നമുക്ക് മിനിമം വിഡ്ത്ത് മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ വിഡ്ത്തൊക്കെ കൊടുക്കുമല്ലോ സാധാരണ രീതിയിൽ. നമ്മൾ ഇപ്പോൾ ഒരു ഫ്ലെക്സ് ഐറ്റത്തിന് നമ്മൾ വിഡ്ത്ത് കൊടുക്കാറുണ്ട് അല്ലേ, വിഡ്ത്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുക്കാറുണ്ട്. ഇതുപോലെ തന്നെ മിനിമം വിഡ്ത്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് നമുക്ക് പിന്നെ വരാം. ഇപ്പം ബൈ ഡീഫോൾട്ടായിട്ട് ഒരു ഫ്ലെക്സ് ഐറ്റത്തിൻ്റെ മിനിമം വിഡ്ത്തും മാക്സിമം വിഡ്ത്തും എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് ആദ്യം മാക്സിമം വിഡ്ത്ത് എന്താണെന്ന് ഇവിടെ പറയാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇതിലേക്ക് വരാം. ഓക്കെ, ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കുകയാണ്, മീൻസ് എൻ്റെ ഔട്ട്പുട്ട് സ്ക്രീൻ ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കുകയാണ്. ഞാനിവിടെ ഇൻസ്പെക്ട് എടുക്കുകയാണ്. ഇൻസ്പെക്ട് എടുത്തതിന് ശേഷം
ഇപ്പോൾ ഇവിടെ നമ്മൾ ഇൻസ്പെക്ട് എടുക്കുന്നതിന് മുമ്പാണെങ്കിൽ ഇത് ഇൻസ്പെക്ട് എടുക്കുന്നതിന് മുമ്പാണെങ്കിൽ എന്താണ് 3 ഐറ്റം അവിടെ കാണിക്കുന്നുണ്ട്. ഈ 3 ഐറ്റത്തിനെ ഉൾക്കൊള്ളാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. അതായത് ഈ ഒരു ലൈനിൽ നമുക്കറിയാം ബൈ ഡിഫോൾട്ടായിട്ട് ഡിസ്പ്ലേ നമ്മൾ ഫ്ലെക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെക്സ് ഡിറക്ഷൻ എന്ന് പറയുന്നത് റോ ആയിരിക്കും. അത് റോ ആയതുകൊണ്ടാണ് അത് ഓരോ ഐറ്റംസും ഇങ്ങനെ ഓരോ റോയിലെടുത്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ ഈ 3 പാരഗ്രാഫ്, അതായത് ഈ 3 പാരഗ്രാഫിലുള്ള കോണ്ടന്റിനെ ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ള ഇനഫ് സ്പേസ് അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇനഫ് സ്പേസ് അല്ല, അതിൽ കൂടുതൽ സ്പേസ് ഉണ്ട്. കാരണം ഇവിടെ ഇത്രയും സ്പേസ് ഇവിടെ ഫ്രീ ആണല്ലേ. അപ്പം എന്താണ് ഈ ഒരു ഐറ്റത്തിനെ അവിടെ ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. അപ്പം മാക്സിമം വിഡ്ത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ഫ്ലെക്സ് ഐറ്റത്തിൻ്റെ ഡീഫോൾട്ടായിട്ടുള്ള മാക്സിമം വിഡ്ത്ത്, നമ്മൾ മാക്സിമം വിഡ്ത്ത് ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും അവിടെ മാക്സിമം വിഡ്ത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബൈ ഡീഫോൾട്ടായിട്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലെക്സ് ഐറ്റത്തിനെ ഒരു ലൈനിൽ ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതായിരിക്കും അതിൻ്റെ മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഇവിടെ ലോറം ഇപ്സം എന്ന് പറയുന്ന ഈ ഒരു ഐറ്റത്തിനെ ഒറ്റ ലൈനിലൂടെ ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ള സ്പേസ് ഉണ്ട്, നമ്മുടെ സ്ക്രീനിനുണ്ട്, എൻ്റയർ സ്ക്രീൻ അതുണ്ട്. അതുകൊണ്ട് അതിനെ ഒറ്റ ലൈനിൽ ഡിസ്പ്ലേ ചെയ്യിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്നത്. മാക്സിമം അതുവരെ പോകുള്ളൂ. അതായത് കോണ്ടന്റ് എത്രയാണോ അത്രയും വരെ മാക്സിമം പോകത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരിക്കലും നമ്മൾ കൊടുക്കാതെ സ്പേസ് പോകത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ ലോറ ഇപ്സം ഡോളർ ഈ ഒരു ഐറ്റം ആണെങ്കിലും ഈ ഒരു ഐറ്റത്തിനുള്ള കോണ്ടന്റിനെ ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ട് അല്ലേ. ഒറ്റ ലൈനിൽ അത് ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ള സ്പേസ് ഉള്ളതുകൊണ്ട് അവിടെ ഒറ്റ ലൈനിൽ അത് ഡിസ്പ്ലേ ചെയ്യിക്കുന്നു. അതുപോലെ തേർഡ് ഐറ്റത്തിലെയും ഒറ്റ ലൈനിൽ ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ള സ്പേസ് അവിടെ ഉള്ളതുകൊണ്ട് അതിനെ ഒറ്റ ലൈനിൽ ഡിസ്പ്ലേ ചെയ്യിക്കുന്നു. അപ്പോൾ പാരഗ്രാഫ് ടാഗ് ആണെങ്കിലും H1 ടാഗ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മളുടെ സ്ക്രീനിൽ ഈ ഒരു ഐറ്റത്തിനെ ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ള ഇനഫ് സ്പേസ് ഉണ്ട് എങ്കിൽ അതായിരിക്കും അതിൻ്റെ മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇപ്പം ഞാനിത് ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാം. ഞാനിവിടെ ഇൻസ്പെക്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പേജ് ഷ്രിങ്ക് ചെയ്യാൻ പോവുക, അതായത് ചെറുതാക്കാൻ പോവുക. അപ്പം അതായത് നമുക്കറിയാം നമ്മൾ ബിൽഡ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ എന്ന് പറയുന്നത്, ഡിസൈൻ ചെയ്യുന്ന വെബ്സൈറ്റുകൾ എന്ന് പറയുന്നത് ഏതൊരു ഡിവൈസിലും വർക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ ഞാനിതിനെ ഇവിടെ ചെറുതാക്കാൻ പോവുകയാണ്. അപ്പോൾ ചെറുതാക്കുന്ന സമയത്ത് ദേ കണ്ടില്ലേ ആ ഒരു ഐറ്റം ഫ്ലെക്സ് ഐറ്റംസ് ഷ്രിങ്ക് ചെയ്യുന്നുണ്ട്, ചെറുതാവുന്നുണ്ട്. അപ്പോൾ ആ ചെറുതാവുന്ന അനുസരിച്ച് ആ ഒരു എലമെൻറ്റ്സ് മീൻസ് അതിനകത്തുള്ള കോണ്ടന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഇങ്ങനെ മാറുന്ന കാണാൻ പറ്റും, കണ്ടോ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ഷ്രിങ്ക് ചെയ്യുന്നുണ്ട്. അതായത് ഫ്ലെക്സ് ഐറ്റം ചെറുതായി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കറണ്ട് സിറ്റുവേഷനിൽ മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ കോണ്ടന്റിനെ ഇതിനകത്ത് കൊള്ളിക്കാൻ പറ്റുന്ന ആ ഒരു ഏരിയ എന്താണോ അതായിരിക്കും അതിൻ്റെ മാക്സിമം വിഡ്ത്ത്. ഇപ്പോൾ ഇത് മാക്സിമം വിഡ്ത്തിലല്ല നിൽക്കുന്നത്. കാരണം എന്താണ്, ഇവിടെ ഈ കോണ്ടന്റ് സെക്കൻഡ് ലൈനിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു കോൺസെപ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു വേർഡ് വാട്ട് എവർ ഇറ്റ് ഈസ് അതിന് ഒരു സെക്കൻഡ് ലൈനിലേക്ക് കൂടെ വന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള എല്ലാത്തിനും ഇതുപോലെ സെക്കൻഡ് ലൈനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം മാക്സിമം വിഡ്ത്തിലല്ല. മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ സ്ക്രീനിൽ ഇനഫ് സ്പേസ് ഉണ്ട് എങ്കിൽ എലമെൻറ്റിനെ ഒറ്റ ലൈനിൽ കൊള്ളിക്കുകയാണെങ്കിൽ അതായിരിക്കും അതിൻ്റെ മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി മിനിമം വിഡ്ത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് നമുക്ക് വരാം. ഞാനിത് ഷ്രിങ്ക് ചെയ്യുവാണ്. ഷ്രിങ്ക് ചെയ്ത് ഏറ്റവും മാക്സിമം എനിക്ക് ഷ്രിങ്ക് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ് എവിടെ വരെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ ചെറുതാക്കി കൊണ്ടുവരികയാണ്. ചെറുതാക്കി ശ്രദ്ധിച്ചോണം. ആ ഷ്രിങ്ക് എവിടെയാണ് സ്റ്റോപ്പ് ആകുന്നത് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാനത് പറഞ്ഞുതരാം. ചെറുതാക്കി കൊണ്ടുവരികയാണ്. ദേ മാക്സിമം ഇവിടെ വരെ എത്തിയല്ലേ. ഇതിനപ്പുറത്തേക്ക് അത് ഷ്രിങ്ക് ആവത്തില്ല. കണ്ടില്ലേ, സ്ക്രീനിന് പുറത്തേക്ക് ഐറ്റം എലമെൻറ്റ് കയറിപ്പോകുന്ന കണ്ടില്ലേ, ഇതുവരെ അത് ഷ്രിങ്ക് ആവത്തുള്ളൂ. എന്തുകൊണ്ടായിരിക്കും ഇത്രയും വരെ ഷ്രിങ്കായിട്ട് ബാക്കി ഷ്രിങ്ക് ആവാത്തത്? അതിനൊരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മിനിമം വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഇതിൽ കുറച്ച് അതിന് പോകാൻ പറ്റത്തില്ല. അതിൽ കുറച്ച് അത് ഷ്രിങ്ക് ചെയ്യത്തില്ല. എന്തുകൊണ്ടാണ് ആ മിനിമം വിഡ്ത്ത് അത്രയും വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉള്ള കോണ്ടൻ്റാണ് അതിന് കാരണം. ബൈ ഡീഫോൾട്ടായിട്ട് കോണ്ടന്റിൻ്റെ വിഡ്ത്താണ് ഡീഫോൾട്ട് പ്രോപ്പർട്ടി. അതായത് നമ്മൾ വിഡ്ത്തൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ കോണ്ടന്റ് എത്രയാണോ അത്രയായിരിക്കും. അപ്പോൾ മിനിമം വിഡ്ത്തായാലും മാക്സിമം വിഡ്ത്താണെങ്കിലും അതിൻ്റെ കോണ്ടന്റ് എത്രയാണോ അതായിരിക്കും അതിൻ്റെ മാക്സിമം ഡീഫോൾട്ട് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ചെറുതാക്കി കൊണ്ടുവരുമ്പോൾ ഇനി ഇത് ചെറുതാവത്തില്ല. കണ്ടില്ലേ, ഇവിടെ വരെ ചെറുതാവത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇപ്പം ഈ ഒരു ഫസ്റ്റ് ഫ്ലെക്സ് ഐറ്റത്തിനെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ലോറം ഇപ്സം എന്ന് പറയുന്ന 2 വേർഡേ ഉള്ളൂ. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ലോറം എന്ന് പറയുന്ന ആ ഒരു വേർഡ് എത്തിയപ്പോഴാണ് സ്റ്റോപ്പായത്. ശ്രദ്ധിച്ചോണം, ഞാൻ ഷ്രിങ്ക് ചെയ്ത് ചെറുതാക്കി വരുന്ന സമയത്ത് ലോറം എത്തി, ആ ബോർഡർ ലോറത്തിൻ്റെ അവിടെ എത്തി. ഇനി അത് ഷ്രിങ്ക് ആവത്തില്ല, അത്രയേ ഉള്ളൂ. കണ്ടില്ലേ, ഇനി അത് ഷ്രിങ്ക് ആവത്തില്ല, ചെറുതാവത്തില്ല, മാക്സിമം എത്തി. അതായത് ആ ലോറം എന്ന് പറയുന്നതാണ് ആ ഒരു ഫ്ലെക്സ് ഐറ്റത്തിൻ്റെ ഏറ്റവും വലിയ വേർഡ്. അതായത് ലോങ്ങസ്റ്റ് വേർഡ് ഏതാണോ അതുവരെ ആയിരിക്കും അത് മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത്. അതുവരെ അത് ഷ്രിങ്ക് ആവത്തുള്ളൂ. അതായത് ഇപ്പോൾ സെക്കൻഡ് ഐറ്റം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു കേസിൽ ഈ ഒരു സെക്കൻഡ് ഐറ്റം എടുത്തു കഴിഞ്ഞാൽ
ഈ കോൺസ്ട്രക്ടർ എന്ന് പറയുന്നതാണ് ആ ഒരു ഐറ്റത്തിനകത്ത്, ആ ഒരു പാരഗ്രാഫിനകത്ത് ഏറ്റവും ലോങ്ങസ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. അത് എപ്പോഴാണോ ആ ബോർഡർ അവിടെ എത്തുന്നത്, കണ്ടില്ലേ നോക്കിക്കോണം, എപ്പോഴാണോ ആ ബോർഡർ അവിടെ എത്തുന്നത് അതുവരെ ഷ്രിങ്ക് ആകത്തുള്ളൂ. ഇതിന് പുറകിലോട്ട് മീൻസ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരിക്കലും ഷ്രിങ്ക് ആകത്തില്ല. അപ്പോൾ എപ്പോഴും മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഹെഡിങ് ആണെങ്കിലും എന്താണെങ്കിലും എന്ത് എലമെൻറ്റ്സ് ആണെങ്കിലും അതിൻ്റെ ലോങ്ങസ്റ്റ് വേർഡ് ആയിരിക്കും, മീൻസ് എൻ്റെ കോണ്ടന്റ് ആയിരിക്കും അതിൻ്റെ മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത്. മാക്സിമം വിഡ്ത്ത് ആണെങ്കിൽ എങ്ങനെയാണ്, ഒറ്റ ലൈനിൽ എലമെൻറ്റ്സിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ട് എങ്കിൽ, നമ്മുടെ സ്ക്രീനിന് ആ സ്പേസ് ഉണ്ട് എങ്കിൽ അതായിരിക്കും അതിൻ്റെ മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഷ്രിങ്ക് ചെയ്യുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ചില വിയേർഡായിട്ടുള്ള ബിഹേവിയേഴ്സ് ചിലപ്പം കാണിക്കും. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ മിനിമം വിഡ്ത്തും മാക്സിമം വിഡ്ത്തും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അതിലേക്ക് വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് ടു അവർ സ്പ്ലിറ്റ് സ്ക്രീൻ. ഓക്കെ ഇനി ഞാൻ ഇവിടെ ഒരു റൂള് പറയാൻ പോവാം. ഈ റൂള് വെച്ചിട്ടാണ് ഇതിന് മീൻസ് നമ്മളിപ്പോൾ വിഡ്ത്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുക്കാറുണ്ട് അല്ലേ, നമ്മൾ ഡയറക്റ്റ് നമുക്കിഷ്ടമുള്ള വിഡ്ത്തിലേക്കൊക്കെ കൊണ്ടുവരുന്ന സംഭവങ്ങൾ കൊടുക്കാറുണ്ട്, വിഡ്ത്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ വിഡ്ത്തൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇത് അപ്ലൈ ആവുന്നത്, അതായത് ഫ്ലെക്സ് ഐറ്റത്തിന് അപ്ലൈ ആവുന്നത് വേറൊരു രീതിയിലാണ്, ഇച്ചിരി ഡിഫറൻസ് ഉണ്ട് അതിനൊരു റൂളുണ്ട്. ആ റൂള് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ആ റൂള് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വെബ്സൈറ്റുകളും കാര്യങ്ങളൊക്കെ ഫ്ലെക്സ് യൂസ് ചെയ്ത്, മീൻസ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ലേ ഔട്ട്സ് നിങ്ങൾക്ക് ഫ്ലെക്സ് യൂസ് ചെയ്ത് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ റൂൾ ഞാനിവിടെ എഴുതുകയാണ്. ആ റൂൾ എഴുതിയതിന് ശേഷം അതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇവിടെ ഫസ്റ്റ് കോണ്ടൻറ്റിൻ്റെ വിഡ്ത്ത് ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞു. എന്താണ് കോണ്ടൻറ്റിൻ്റെ വിഡ്ത്ത് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ച് തന്നിട്ടുണ്ട്. അതിനേക്കാട്ടിലും പ്രയോറിറ്റി ഉള്ളത് നമ്മൾ വിഡ്ത്ത് പ്രോപ്പർട്ടി കൊടുക്കുകയാണെങ്കിൽ അതിനേക്കാട്ടിലും പ്രയോറിറ്റി ഉണ്ട്. നമ്മൾ ഓൾറെഡി വിഡ്ത്ത് 100% ഇത്ര പിക്സൽ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുള്ളതാണ്. അതായത് ഫസ്റ്റ് കോണ്ടൻറ്റ് വിഡ്ത്തിനായിരിക്കും ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി. അതായത് വിഡ്ത്ത് കൊടുത്തിട്ടില്ല, നമ്മൾ വിഡ്ത്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മളായിട്ട് കസ്റ്റമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ അവിടെ കോണ്ടൻറ്റിൻ്റെ വിഡ്ത്ത് ആയിരിക്കും, ഫ്ലെക്സ് ഐറ്റത്തിനുള്ളിൽ കോണ്ടൻറ്റിൻ്റെ വിഡ്ത്ത് ആയിരിക്കും എടുക്കുന്നത്. വിഡ്ത്തിനെക്കാട്ടിലും പ്രയോറിറ്റി ഉള്ളത് ഫ്ലെക്സ് ബേസിസിനാണ്. ഫ്ലെക്സ് ബേസിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഫ്ലെക്സ് ബേസിസ് എന്താണ്, ഫ്ലെക്സ് ഡിറക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുമ്പോഴാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഫ്ലെക്സ് ഡിറക്ഷൻ റോ ആണ് എങ്കിൽ അവിടെ ഫ്ലെക്സ് ബേസിസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ അപ്ലൈ ആകുന്നത് വിഡ്ത്തിലായിരിക്കും. അതുപോലെ ഫ്ലെക്സ് ഡിറക്ഷൻ കോളം ആണെങ്കിൽ അവിടെ അപ്ലൈ ആകുന്നത് എന്തിലായിരിക്കും, അവിടുത്തെ ഹൈറ്റിലായിരിക്കും. ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞാണ്, ഫ്ലെക്സ് ഡിറക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഫ്ലെക്സ് ബേസിസ് നിങ്ങളെ പഠിപ്പിച്ചതാണ്. ഓക്കെ, അത് മനസ്സിലായില്ലെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടെ കാണുക, ചെയ്ത് നോക്കുക, മനസ്സിലാവും. ഓക്കെ ഫൈൻ. ഏറ്റവും പ്രയോറിറ്റി ഉള്ളത് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള മിനിമം വിഡ്ത്തിനും മാക്സിമം വിഡ്ത്തിനുമാണ്. മിനിമം വിഡ്ത്ത് ഓർ മാക്സിമം വിഡ്ത്ത്, ഇതിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത്. അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു, ഞാനിപ്പോൾ പറഞ്ഞു ബൈ ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഫ്ലെക്സ് ഐറ്റത്തിലും ബൈ ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മിനിമം വിഡ്ത്തും മാക്സിമം വിഡ്ത്തും എന്താണെന്ന് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നതാണ്, നിങ്ങൾക്ക് മനസ്സിലായതുമാണ്. അപ്പോൾ ഈ മിനിമം വിഡ്ത്തിനും മാക്സിമം വിഡ്ത്തിനുമാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത്. അതായത് നമുക്ക് മിനിമം വിഡ്ത്ത് മാക്സിമം വിഡ്ത്ത് നമുക്ക് കസ്റ്റമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ബൈ ഡീഫോൾട്ടായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ കോണ്ടൻറ്റിൻ്റെ വിഡ്ത്ത് അനുസരിച്ചായിരിക്കും. മിനിമം വിഡ്ത്ത് ആണെങ്കിൽ അതിൻ്റെ എന്തായിരിക്കും, ലോങ്ങസ്റ്റ് വേർഡ് ആയിരിക്കും. മാക്സിമം വിഡ്ത്ത് ആണെങ്കിൽ എല്ലാം കൂടെ ഒറ്റ ലൈനിൽ ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും അതിൻ്റെ മാക്സിമം വിഡ്ത്ത്. ഓക്കെ, ഇതാണ് ആ റൂൾ എന്ന് പറയുന്നത്. ഈ റൂൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. നിങ്ങൾക്കിപ്പം പല ഡിവൈസിലും വർക്ക് ചെയ്യുന്ന റെസ്പോൺസീവായിട്ടുള്ള ഫ്ലെക്സ് ഐറ്റത്തിന്, ഫ്ലെക്സ് പേജസിനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു റൂള് നിങ്ങൾ അറിഞ്ഞേ പറ്റത്തുള്ളൂ. നമ്മൾ ഇൻ ഡെപ്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടേക്കാം. അപ്പോൾ നമുക്കിത് ഇനിയും നമ്മുടെ പ്രാക്ടിക്കൽ വേയിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം. അതിനായിട്ട് ഞാനിവിടെ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തിട്ടുണ്ട്, ഗ്യാപ്പ് 10 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ 1 എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്സിനെ വിളിക്കുകയാണ്. ഡയറക്റ്റ് ഞാൻ ക്ലാസ്സിനെ കോൾ ചെയ്തു. അപ്പോൾ 1 എന്ന് പറഞ്ഞ് കോൾ ചെയ്യുന്ന സമയത്ത് ഈ 3 പി ടാഗിനെയും അത് അഫക്റ്റ് ചെയ്യും അല്ലേ. ഓക്കെ, ഞാൻ ഇനി ഇതിന് വിഡ്ത്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുക്കുകയാണ്. വിഡ്ത്ത് 100 പിക്സൽ കൊടുക്കുകയാണ്. വിഡ്ത്ത് 100 പിക്സൽ കൊടുക്കുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്, ആ മിനിമം വിഡ്ത്ത് എന്താണ്, നമ്മൾ കൊടുത്തിരിക്കുന്ന വിഡ്ത്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി അവിടെ അപ്ലൈ ആയി. അപ്പോൾ നമ്മുടെ റൂള് നോക്കിയാൽ മനസ്സിലാകും. കോണ്ടൻറ്റ് വിഡ്ത്തിനെക്കാട്ടിലും നമ്മൾ ആദ്യം ഒന്നും കൊടുക്കാത്ത സമയത്ത് കോണ്ടൻറ്റിൻ്റെ വിഡ്ത്ത് അനുസരിച്ചായിരിക്കും വരുന്നത്. കോണ്ടൻറ്റ് വിഡ്ത്തിനെക്കാട്ടിലും പ്രയോറിറ്റി എന്തിനാണുള്ളത്, വിഡ്ത്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടിക്ക്. ഞാൻ വിഡ്ത്ത് 100 പിക്സൽ കൊടുത്ത സമയത്ത് അവിടെ എന്താ സംഭവിച്ചത്, ആ ഒരു 100 പിക്സലിനാണ് അവിടെ അപ്ലൈ ആയത്. ഇപ്പോൾ ഇനി നമ്മളിത് ഷ്രിങ്ക് ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഷ്രിങ്ക് ചെയ്യുന്ന സമയത്തും മീൻസ് ഇവിടെ ഈ ഷ്രിങ്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കോണ്ടൻറ്റിൻ്റെ വിഡ്ത്ത് വർക്ക് ചെയ്യും. കാരണം 100 പിക്സലിലേക്ക് താഴേക്ക് നമുക്കത് പോകുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ലോങ്ങസ്റ്റ് വേർഡ് തന്നെ ആയിരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇതിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ട് എങ്കിൽ അത് അതിൻ്റെ മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന വിഡ്ത്ത് ആയിരിക്കും. അതായത് 100 പിക്സൽ എന്ന് പറയുന്ന വിഡ്ത്ത് ആയിരിക്കും. ഇതിനപ്പുറത്തേക്ക് ഒരിക്കലും വലുതാവത്തുമില്ല ചെറുതാവത്തുമില്ല.
കാരണം അതായത് സ്പേസ് ഉണ്ട് എങ്കിൽ 100 പിക്സൽ കൊടുക്കുകയാണെങ്കിൽ 100 പിക്സൽ വാട്ടെവർ നിങ്ങൾ 200 പിക്സലോ 300 പിക്സലോ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വിഡ്ത്തിൻ്റെ പിക്സലായിരിക്കും അവിടെ പ്രയോറിറ്റി കൂടുതൽ, ആ വിഡ്ത്തായിരിക്കും അവിടെ അപ്ലൈ ആവുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇത് മനസ്സിലായി കാണും. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ 200 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്നത് ഈ ഒരു 200 പിക്സൽ തന്നെ ആയിരിക്കും. കണ്ടില്ലേ? അതായത് ഓരോ ഫ്ലെക്സ് ഞാൻ ഓരോ ഫ്ലെക്സ് ഐറ്റത്തിന് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് 1 എന്ന് പറയുന്ന ക്ലാസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 പി ടാഗിനും എനിക്ക് കിട്ടും. ഞാൻ ഈ 1 എന്ന് പറയുന്ന ക്ലാസ്സിൽ വിട്ട് കൊടുക്കുമ്പം ഓരോ ഫ്ലെക്സ് ഐറ്റം, ഇവിടെ 3 ഫ്ലെക്സ് ഐറ്റം ഉണ്ട്, ഈ ഓരോ ഫ്ലെക്സ് ഐറ്റത്തിനും ഈ ഒരു 200 പിക്സലായിരിക്കും അപ്ലൈ ആവുന്നത്. അവിടെ കോണ്ടന്റിൻ്റെ വിഡ്ത്ത് എടുക്കത്തില്ല. നെക്സ്റ്റ് നമുക്ക് ഇനി എന്താണ് ഫ്ലെക്സ് ബേസിസ് എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ വിഡ്ത്ത് 200 പിക്സൽ കൊടുത്തു. അപ്പം വിഡ്ത്തിനെക്കാട്ടിലും പ്രയോറിറ്റി ഉള്ളതാണല്ലോ ഫ്ലെക്സ് ബേസിസ് എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ ഫ്ലെക്സ് ബേസിസ് കൊടുത്തു നോക്കാം. ഫ്ലെക്സ് ബേസിസ് ഞാനൊരു 500 പിക്സൽ കൊടുത്താലോ? വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 100 പിക്സൽ തന്നെ വിഡ്ത്താക്കുകയാണ്. ഈ ഫ്ലെക്സ് ബേസിസ് ഞാൻ അതിനെക്കാട്ടിലും കൂട്ടി ഒരു 200 പിക്സൽ കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, ഇവിടെ വിഡ്ത്ത് വർക്ക് ചെയ്തിരിക്കുന്നത് 100 പിക്സൽ വിഡ്ത്ത് കൊടുത്തതുകൊണ്ട് ആ 100 പിക്സലാണ് ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഫ്ലെക്സ് ബേസിസ് ഞാൻ 200 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചേക്കുന്നത്? ഈ ഒരു ഫ്ലെക്സ് ബേസിസിനാണ് പ്രയോറിറ്റി ഉള്ളത്. ആ വിഡ്ത്ത് എന്ന് പറയുന്ന സംഭവത്തിനെ അത് ഇഗ്നോർ ചെയ്തു. നമ്മൾ കൊടുത്തിരിക്കുന്ന വിഡ്ത്തിനെ ഇഗ്നോർ ചെയ്തതിന് ശേഷം ഈ ഒരു 200 പിക്സൽ ഫ്ലെക്സ് ബേസിസിനായിരിക്കും അവിടെ പ്രയോറിറ്റി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 പ്രയോറിറ്റി ഞാൻ കാണിച്ചു തന്നു. ആദ്യം കോണ്ടന്റ് വിഡ്ത്ത് കാണിച്ചു തന്നു. ബൈ ഡിഫോൾട്ടായിട്ട് കോണ്ടന്റിൻ്റെ വിഡ്ത്ത് അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടാമത് ഞാൻ കോണ്ടന്റ് വിഡ്ത്തും വെച്ച് നിങ്ങൾക്ക് ഞാൻ കമ്പയർ ചെയ്ത് കാണിച്ചു തന്നു. നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്തത്? ഈ ഒരു ഫ്ലെക്സ് ബേസിസോട് കൊടുത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രയോറിറ്റി കാണിച്ചു തന്നു. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മിനിമം വിഡ്ത്ത് മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് വരാം. ബൈ ഡിഫോൾട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബൈ ഡിഫോൾട്ടായിട്ട് മിനിമം വിഡ്ത്ത് മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്ന കാര്യം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് ഏറ്റവും ലോങ്ങസ്റ്റ് വേർഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഷ്രിങ്ക് ചെയ്യുന്ന കേസിൽ മാക്സിമം വിഡ്ത്ത്, അതായത് ഷ്രിങ്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മിനിമം വിഡ്ത്ത് കാണാൻ പറ്റുള്ളല്ലോ, അല്ലേ? അപ്പോൾ മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് വേർഡ് ആയിരിക്കും. മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്നത് ആ ഒരു ഫ്ലെക്സ് ഐറ്റത്തിന് ഒരു ലൈനിൽ കൊള്ളിക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും അതിൻ്റെ മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനഫ് സ്പേസ് ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, ഇനി നമുക്ക് മിനിമം വിഡ്ത്തും മാക്സിമം വിഡ്ത്തും നമുക്ക് കൊടുക്കാൻ പറ്റും ഡയറക്റ്റായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഞാൻ ഈ ഒരു വിഡ്ത്ത് എടുത്ത് കളയാണ്. ഫ്ലെക്സ് ബേസിസ് മാത്രമല്ല, നമുക്കിനി ഫ്ലെക്സ് ബേസിസിനെയും ഈ ഒരു ഫ്ലെക്സ് ബേസിസിനെയും മിനിമം വിഡ്ത്തും മാക്സിമം വിഡ്ത്തും മാത്രം വെച്ച് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ചെറിയ ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ അത് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഞാൻ മാക്സിമം വിഡ്ത്താണ് ഫസ്റ്റ് പറയുന്നത്. മാക്സ് വിഡ്ത്ത് ഇവിടെ ആഡ് ചെയ്യുകയാണ്. ഞാനിവിടെ 100 പിക്സൽ കൊടുക്കുകയാണ്. മാക്സ് വിഡ്ത്ത് 100 പിക്സൽ കൊടുത്തപ്പോൾ നമുക്കറിയാം മിനിമം വിഡ്ത്തോ മാക്സിമം വിഡ്ത്തോ കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെക്സ് ബേസിസിനെക്കാട്ടിലും പ്രയോറിറ്റി മിനിമം വിഡ്ത്തിനും മാക്സിമം വിഡ്ത്തിനുമാണ്. അപ്പോൾ മാക്സിമം വിഡ്ത്ത് തന്നെ ആയിരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്നത്, അല്ലേ? അതായത് മാക്സിമം വിഡ്ത്ത് 100 പിക്സൽ കൊടുത്ത സമയത്ത് ഇവിടെ മാക്സിമം വിഡ്ത്ത് മീൻസ് മാക്സിമം വിഡ്ത്ത് അവിടെ അപ്ലൈ ആയി. ഫ്ലെക്സ് ബേസിസിനെ ഇഗ്നോർ ചെയ്തു. കാരണം 200 പിക്സൽ ആയിരുന്നു ഫ്ലെക്സ് ബേസിസ്, അതിനെ ഇഗ്നോർ ചെയ്ത് 100 പിക്സലിലേക്ക് അത് ചുരുങ്ങി. അപ്പം ഇവിടെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ കൊടുത്തിരിക്കുന്ന വാല്യൂ നിങ്ങളോട് ശ്രദ്ധിക്കണം. ഫ്ലെക്സ് ബേസിസിന് 200 പിക്സലും അതുപോലെ മാക്സിമം വിഡ്ത്തിന് 100 പിക്സലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 200-നെക്കാട്ടിലും കുറവാണ് ഞാൻ മാക്സിമം വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചത്? ആ 100 പിക്സൽ അവിടെ അപ്ലൈ ആയി, അല്ലേ? എന്നാൽ ഞാനിവിടെ 200 പിക്സലിനെക്കാട്ടിലും കൂടുതലാണ് കൊടുക്കുന്നത് എങ്കിൽ, ഞാനിവിടെ 300 പിക്സലാണ് കൊടുക്കുന്നത് എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? 300 പിക്സൽ കൊടുത്ത സമയത്ത് ഈ ഒരു മാക്സിമം വിഡ്ത്തിനെ അത് ഇഗ്നോർ ചെയ്തിട്ട് ഫ്ലെക്സ് ബേസിസിനാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിപ്പം നമ്മൾ ഇൻസ്പെക്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ് വിഡ്ത്ത് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇതേ കണ്ടില്ലേ? ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? ഫ്ലെക്സ് ബേസിസ് ആണ് അവിടെ ആക്ച്വലി വർക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടോ? 200 പിക്സൽ എന്ന് പറയുന്ന ഈ ഒരു ഫ്ലെക്സ് ബേസിസ് ആണ് എടുത്തിരിക്കുന്നത്. മാക്സിമം വിഡ്ത്തിനെ ഇഗ്നോർ ചെയ്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 പിക്സലിനെക്കാട്ടിലും കൂടുതലാണ് ഞാൻ മാക്സ് വിഡ്ത്ത് കൊടുത്തത്. ആ ഒരു കേസിൽ 300 പിക്സലിനെ ആയിരിക്കും എടുക്കുന്നത്, 200 പിക്സലിനെ ഇഗ്നോർ ചെയ്യും. എന്നാൽ 200 പിക്സലിനേക്കാളും കുറവാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ, ഞാനിത് ചെറുതാക്കാം, 200 പിക്സലിനേക്കാളും കുറവാണ് ഞാൻ മാക്സ് വിഡ്ത്ത് കൊടുക്കുന്നതെങ്കിൽ, ഞാൻ 100 പിക്സലാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു മാക്സ് വിഡ്ത്തിനെ ആയിരിക്കും എടുക്കുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് അതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഈ ഒരു വിയേർഡ് ബിഹേവിയർ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു റൂളാണ്. അതായത് ഈ ഒരു പ്രയോറിറ്റിയുടെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി. ഇപ്പം പ്രയോറിറ്റിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഇപ്പം തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ കാണിച്ചു തന്നു. ഓരോന്നിനെ നമ്മൾ കമ്പയർ ചെയ്തു. ആദ്യം കോണ്ടന്റ് വിഡ്ത്തും നമ്മൾ കമ്പയർ ചെയ്തു. രണ്ടാമത് ഫ്ലെക്സ് ബേസിസും മിനിമം വിഡ്ത്തും നമ്മൾ കമ്പയർ ചെയ്തു. മാക്സിമം വിഡ്ത്തും കമ്പയർ ചെയ്തു. ഇനി നമുക്ക് മിനിമം വിഡ്ത്ത് ഒന്ന് കൊടുത്തു നോക്കിയാലോ.
ഇപ്പോൾ ഇവിടെ ഫ്ലെക്സ് ബേസിസ് ഞാൻ 200 ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ മിനിമം വിഡ്ത്ത് ഇവിടെ കൊടുക്കുകയാണ്. മിനിമം വിഡ്ത്ത് അവിടെ ഞാൻ 300 പിക്സലാണ് കൊടുക്കുന്നത്. 300 പിക്സൽ. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? മിനിമം വിഡ്ത്ത് എന്ന് പറയുന്ന 300 പിക്സലിലേക്ക് വന്നു. അതായത് ഏറ്റവും മിനിമം ഇത്ര പിക്സൽ 300 പിക്സലെങ്കിലും അവിടെ വേണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ മിനിമം വിഡ്ത്ത് അവിടെ അപ്ലൈ ആയിട്ടുണ്ട്. കാരണം നമുക്കറിയാം എന്താണ് നമ്മുടെ റൂൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മിനിമം വിഡ്ത്തിനും മാക്സിമം വിഡ്ത്തിനുമാണ് അവിടെ പ്രയോറിറ്റി കൂടുതൽ. ഫ്ലെക്സ് ബേസിസിനെ അത് ഇഗ്നോർ ചെയ്തതിന് ശേഷം മിനിമം വിഡ്ത്തിനെ എടുത്തു. അപ്പോൾ ഈ ഒരു ലോജിക്ക് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് നോക്കുക, ചെയ്ത് മനസ്സിലാക്കി നോക്കുക. അപ്പോൾ ഇത് കൂടുതൽ ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 പ്രോപ്പർട്ടിയും കൂടെ പറയാം. ഫ്ലെക്സ് ഗ്രോയും ഫ്ലെക്സ് ഷ്രിങ്കും. നമുക്കിപ്പം ഞാൻ ഈ ഒരു സംഭവം ഇങ്ങനെ എടുത്തിട്ട് ഇൻസ്പെക്ട് എടുത്തിട്ട് ഇങ്ങനെ ഷ്രിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? മീൻസ് ഇങ്ങനെ ഷ്രിങ്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഷ്രിങ്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ മിനിമം വിഡ്ത്ത് കൊടുത്തതുകൊണ്ട് മിനിമം വിഡ്ത്ത് 100 പിക്സൽ കൊടുത്തതുകൊണ്ട് മീൻസ് മിനിമം വിഡ്ത്ത് 300 പിക്സൽ കൊടുത്തതുകൊണ്ട് ഷ്രിങ്ക് ആകത്തില്ല. കാരണം മിനിമം വിഡ്ത്ത് ഇത്രയെങ്കിലും വേണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ഷ്രിങ്ക് ആവത്തില്ല. ഇത് ഇവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട് സംഭവം. കണ്ടില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതായത് മിനിമം വിഡ്ത്ത് നമ്മൾ 300 പിക്സൽ കൊടുത്തു. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് മിനിമം വിഡ്ത്ത്? ഏറ്റവും നമ്മളുടെ ഫ്ലെക്സ് ഐറ്റത്തിൻ്റെ മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 300 പിക്സലെങ്കിലും വേണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 300 പിക്സൽ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇനി നമുക്കിത് ഷ്രിങ്ക് ആവത്തില്ല. അതേ കണ്ടില്ലേ? അതായത് എത്ര ചെറുതായാലും വലുതായാലും ഈ 300 പിക്സലിൽ തന്നെ നിൽക്കും. അതിലേക്ക് ഷ്രിങ്കായി കുറയത്തില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഫ്ലെക്സ് ഗ്രോ ഫ്ലെക്സ് ഷ്രിങ്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റൂടെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇതിൻ്റെ ഈ ഫ്ലെക്സിൻ്റെ ഈ ഒരു ഷ്രിങ്ക് ചെയ്യുന്ന പ്രോപ്പർട്ടീനെ നമുക്ക് ഡയറക്റ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് ഈ ഒരു മിനിമം വിഡ്ത്ത് എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ എടുത്ത് മാറ്റുകയാണ്. ഓക്കെ, മിനിമം വിഡ്ത്ത് എടുത്ത് കളയുകയാണ്. ഫ്ലെക്സ് ബേസിസ് മാത്രം വെക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഫ്ലെക്സ് ബേസിസ് 200 ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനൊരു 200 മാറ്റിയിട്ട് ഒരു 100 കൊടുക്കാം. കുറച്ചുകൂടി ചെറുതാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഫ്ലെക്സ് ബേസിസ് കൊടുത്തു, 100 പിക്സൽ കൊടുത്തു. 100 പിക്സൽ കൊടുത്തപ്പോൾ 100 പിക്സലിലേക്ക് അത് അപ്ലൈ ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഫ്ലെക്സ് ഗ്രോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഫ്ലെക്സ് ഗ്രോ 0 കൊടുത്തു. അതുപോലെ തന്നെ ഫ്ലെക്സ് ഷ്രിങ്ക് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്, അത് ഞാൻ 0 കൊടുത്തു. ഇതെന്താ ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം എന്താണ് നമ്മളിപ്പം ഇൻസ്പെക്ട് എടുത്തതിന് ശേഷം നമ്മൾ ഈ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്തല്ലോ അല്ലേ? അപ്പോൾ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ഷ്രിങ്ക് ആകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ചെറുതാക്കുന്ന സമയത്ത് ഇങ്ങനെ ഷ്രിങ്ക് ആകുന്നുണ്ടായിരുന്നു. അതുപോലെ വലുതാക്കുന്നതനുസരിച്ച് അതിനനുസരിച്ച് വലുതായി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ ഫ്ലെക്സ് ഷ്രിങ്കും ഫ്ലെക്സ് ഗ്രോയും, അതായത് ഫ്ലെക്സ് ഷ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത് ഫ്ലെക്സ് ഷ്രിങ്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഒന്നുകൂടെ പറയാം, ഫ്ലെക്സ് ഷ്രിങ്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിത് ചെറുതാക്കി കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്ക്രീന് ചെറുതാക്കി കഴിഞ്ഞാൽ അത് ആ ഷ്രിങ്ക് എന്ന് പറയുന്ന പ്രോപ്പർട്ടിനെ എടുത്ത് മാറ്റും. അതായത് നമ്മളിപ്പോൾ ഫ്ലെക്സ് ഷ്രിങ്ക് എന്ന് പറയുന്ന പ്രോപ്പർട്ടി 0 ആണ് കൊടുത്തിരിക്കുന്നത്. 0 കൊടുത്തു കഴിഞ്ഞാൽ അത് ഇല്ല എന്നാണ് അർത്ഥം. അതായത് ഫ്ലെക്സ് ഷ്രിങ്ക് ഇപ്പോൾ വർക്ക് ചെയ്യേണ്ട എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഷ്രിങ്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഷ്രിങ്ക് ആവത്തില്ല. അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. എന്നാൽ വൺസ് ഞാൻ ആ ഒരു ഫ്ലെക്സ് ഷ്രിങ്ക് എടുത്ത് കളയുകയാണ്, ഫ്ലെക്സ് ഷ്രിങ്ക് എന്ന് പറയുന്ന പ്രോപ്പർട്ടി എടുത്ത് കളയുകയാണ്, സേവ് ചെയ്യുകയാണ്. ഇനി ഞാനിത് ചെറുതാക്കി കഴിഞ്ഞാൽ അതേ കണ്ടില്ലേ, ചെറുതാവുന്നുണ്ട്. അപ്പോൾ ഫ്ലെക്സ് ഷ്രിങ്ക് എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഫ്ലെക്സ് ഷ്രിങ്ക് നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെക്സ് ഷ്രിങ്ക് എന്ന് പറയുന്ന പ്രോപ്പർട്ടി 0 കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്ലെക്സ് ഷ്രിങ്ക് എന്ന് പറയുന്ന ഈ ഫ്ലെക്സിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള ഷ്രിങ്ക് പ്രോപ്പർട്ടീനെ നമ്മളിവിടെ സപ്രസ് ചെയ്തിട്ടുണ്ട്. മീൻസ് അത് വർക്ക് ചെയ്യേണ്ടെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഇനി ഇത് ചെറുതാവത്തില്ല. ഞാനിത് ഷ്രിങ്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആ ഒരു ലിമിറ്റ് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്ക് അത് പോകത്തില്ല. ഓക്കെ, ഇനി ഇതുപോലെ ഫ്ലെക്സ് ഗ്രോ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. അതിനായിട്ട് ഫ്ലെക്സ് ഗ്രോ വർക്ക് ചെയ്യണമെങ്കിൽ ഫ്ലെക്സ് ബേസിസ് ഞാൻ എടുത്ത് കളയുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഫ്ലെക്സ് ഗ്രോ കൊടുത്ത സമയത്ത് ഒരിക്കലും ചെറുതാകുന്നുമില്ല, അതുപോലെ തന്നെ വലുതാകുന്നുമില്ല. അപ്പോൾ ഇതിപ്പം ഞാൻ ഫ്ലെക്സ് ഗ്രോയും ഫ്ലെക്സ് ഷ്രിങ്കും 0 ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലെക്സ് ബേസിസ് ഒന്നും ഞാൻ ഇപ്പോൾ വിഡ്ത്തോ കാര്യങ്ങളോ ഒന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. അതായത് ഇപ്പോൾ ഇത് ചെറുതാകത്തുമില്ല വലുതാകത്തുമില്ല. അതായത് നമ്മുടെ സ്ക്രീൻ ചെറുതാകുന്നതനുസരിച്ച് ഷ്രിങ്ക് ചെയ്യത്തുമില്ല, സ്ക്രീൻ വലുതാകുന്നതനുസരിച്ച് അത് ഗ്രോ ചെയ്യത്തുമില്ല. നമ്മൾ ഷ്രിങ്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ അത് ഷ്രിങ്ക് ചെയ്തതിന് ശേഷം പിന്നെ ഗ്രോ ചെയ്യുന്നതിന് നമ്മളവിടെ സപ്രസ് ചെയ്തു. എന്നാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഇനി അലോ ചെയ്യാൻ പറ്റും. ഞാനിവിടെ 1 കൊടുത്തു. ഫ്ലെക്സ് ഗ്രോ എന്ന് പറയുന്ന പ്രോപ്പർട്ടി 1 കൊടുത്തു കഴിഞ്ഞു. കണ്ടില്ലേ, ഇത് ഗ്രോ ആകുന്നുണ്ട് ഇപ്പം. അതായത് ഞാൻ ഈ സ്ക്രീൻ വലുതാക്കുന്നതനുസരിച്ച് ആ ഒരു ഐറ്റം ഇപ്പോൾ ഗ്രോ ആകുന്നുണ്ട്. കണ്ടോ, ഗ്രോ ആയി എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ നമ്മൾ വിഡ്ത്തോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ഗ്രോ ആയി അതിൻ്റെ മാക്സിമം എവിടെ വരെയാണോ നിൽക്കുന്നത് അവിടെ വരെ അത് സെറ്റായി നിൽക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫ്ലെക്സ് ഗ്രോയും ഫ്ലെക്സ് ഷ്രിങ്കും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഫ്ലെക്സ് ഷ്രിങ്ക് 0 മാറ്റി 1 ആക്കി കഴിഞ്ഞാൽ, 0 ആക്കി ആദ്യം കാണിച്ചു തരാം എന്താ സംഭവിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഫ്ലെക്സ് ഷ്രിങ്ക് ഇപ്പോൾ 0 ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഗ്രോ ആകുന്നുണ്ട്, പക്ഷേ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഷ്രിങ്ക് ആവത്തില്ല. കണ്ടില്ലേ,
അതായത് ആ കോണ്ടൻറ്റിൻ്റെ വിഡ്ത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഷ്രിങ്ക് ആവത്തില്ല, മാക്സിമം വിഡ്ത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, അതിനപ്പുറത്തേക്ക് അത് പോകത്തില്ല. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഫ്ലെക്സ് ഗ്രോയും ഫ്ലെക്സ് ഷ്രിങ്കും എന്ന് പറയുന്ന പ്രോപ്പർട്ടിയും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ഫ്ലെക്സ് ഷ്രിങ്ക് നമ്മൾ 1 ആക്കി കഴിഞ്ഞാൽ അതും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് മീൻസ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ 1 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പം ബൈ ഡീഫോൾട്ട് പ്രോപ്പർട്ടി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്ലെക്സ് ഷ്രിങ്കും ഫ്ലെക്സ് ഗ്രോയും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ? പഴയ പോലെ തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഫ്ലെക്സ് ഷ്രിങ്ക് ചെയ്യുന്ന ഈ ഒരു പ്രോപ്പർട്ടീനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഫ്ലെക്സ് ഷ്രിങ്ക് ഫ്ലെക്സ് ഗ്രോ എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം എന്താണ് കൂടുതൽ പഠിക്കുക. ഇപ്പം ഞാൻ പഠിപ്പിച്ച ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഈ ഒരു റൂളും കാര്യങ്ങളൊക്കെ ഫ്ലെക്സ് ഷ്രിങ്ക് ഫ്ലെക്സ് ഗ്രോ എന്ന് പറയുന്നതൊക്കെ വെച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് ചെയ്ത് നോക്കുക. ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചോദിക്കുക. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ പറ്റും, അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെ നിങ്ങൾക്ക് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കണമെങ്കിലും മെസ്സേജ് അയക്കാം. പേഴ്സണലി മെസ്സേജ് അയക്കാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല ടെലഗ്രാമിൽ, കാരണം ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ച് പേഴ്സണലി മെസ്സേജ് അയക്കുന്നത്. നിങ്ങൾ ഒരിക്കലും പേഴ്സണലി മെസ്സേജ് അയക്കരുത്. നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എറർ വന്നു, ആ ഒരു എറർ ബാക്കിയുള്ളവർക്ക് കൂടെ മനസ്സിലാവണം. മീൻസ് ചിലപ്പം നാളെ അവർക്കും ഈ ഒരു എറർ വരാം അല്ലേ? അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പം അവർ ഇത് മെസ്സേജസ് കാണും, ബാക്കിയുള്ളവരും നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മുടെ ഫാമിലിയിലുള്ളവർ ബാക്കിയുള്ള എല്ലാവരും ഈ ഒരു മെസ്സേജ് കാണും, ആ ഒരു എററിൻ്റെ സംഭവങ്ങൾ കാണും. അപ്പോൾ അവർക്കും അത് പഠിക്കാൻ പറ്റും. ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി മെയിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയക്കാതെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഡയറക്റ്റായിട്ട് ചോദിക്കുക. താങ്ക് യു.